നമ്മുടെ പ്രേക്ഷകർ പലരും ലെഫ്റ്റ് റൈറ്റ് വോയിസ് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാ വർക്കർമാർ എത്രയോ ദിവസമായിട്ട് സമരം ചെയ്യുന്നു, അതിനെപ്പറ്റി നിങ്ങൾ എന്താ ഒരു വീഡിയോ ചെയ്യാത്തത് എന്ന് ചോദിക്കുന്ന ചില പ്രേക്ഷകരുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അങ്ങനെയാകാം എന്ന് വിചാരിച്ചു. ഈ വിഷയം വളരെ വിശദമായിട്ട് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് വോയിസ് പരിശോധിച്ച വിഷയമാണ്. ഇതിൽ ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് സുരേഷ് ഗോപി അവിടെ രണ്ടാം സന്ദർശനം നടത്തി. ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ട് ഭാര്യയും കൂട്ടി വന്നിട്ട് പിന്നെയും അവിടെ വന്നു. ഇതൊരു സ്പോൺസേഡ് സമരമാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. സൂസി SUCI എന്ന് പറയുന്നത് സൂസി, പിന്നെ അതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ, ഇത് അടുത്ത തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് തുരങ്കം വെക്കാം. പിണറായി സർക്കാരിനെതിരെ, LDF സർക്കാരിനെതിരെ തുരങ്കം വെക്കാനുള്ള ഏറ്റവും അവസാനത്തെ ഒരു അടവാണ് ഈ പറയുന്ന സമരം. ഇതൊരു BJP സ്പോൺസേഡ് സമരമാണെന്ന് ഞങ്ങൾ ആദ്യമേ പറയട്ടെ. തെളിവുകൾ നമുക്കുണ്ട്. സുരേഷ് ഗോപി ഇന്ന് വന്ന് പറഞ്ഞ വാചകങ്ങൾ, നുണയിൽ പിണയും പിണറായി സർക്കാർ, ഇത് ചൊറിച്ചുമല്ലാണ്. ഈ ചൊറിച്ചുമല്ലെന്ന് പറയുന്ന ഭാഷാപ്രയോഗം തിരിച്ചു പറഞ്ഞാൽ അശ്ലീലമാണ്, അറിയാമല്ലോ. ഇത് സ്പൂണറിസം എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. സ്പൂണറിസം എന്ന് പറയാൻ കാര്യം, ഇംഗ്ലണ്ടിൽ ഇത് ആദ്യമായിട്ട് പ്രയോഗിച്ച ഒരാളാണ് വില്യം ആർച്ചിവാൾഡ് സ്പൂണർ. ഒരു പുരോഹിതനായിരുന്നു. സ്പൂണറിസം എന്ന് പറയുന്ന വാക്ക് അതിന്ന് വന്നതാണ്. നമ്മൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറി നോക്കിയാൽ മതി, അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇതിന് മലയാളത്തിൽ പറയാവുന്ന ഇംഗ്ലീഷിൽ ഒട്ടേറെ പ്രയോഗങ്ങളുണ്ട്. ഈ മറിച്ചു ചൊല്ലൽ, ചൊറിച്ച് മല്ലൽ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഏതേ, നുണയിൽ പിണയും പിണറായി സർക്കാർ, ഇത് ചൊറിച്ചു മല്ലലാണ്. ചൊറിച്ചു മല്ലൽ എന്ന് പറഞ്ഞാൽ മറിച്ചു ചൊല്ലലാണ്. ഇത് മലയാളത്തിൽ വളരെ ലളിതമായിട്ട് ഞങ്ങൾ പറയാം, തിരിച്ചു പറഞ്ഞാൽ അശ്ലീലമാകും. 2 എക്സാമ്പിൾ ഞങ്ങൾ പറയാം. ലെഫ്റ്റ് റൈറ്റ് വോയിസ് പറയുകയാണ്. ആദിവാസികളുടെ കൂട്ടം, തിരിച്ചു പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആദിവാസികൾ കൂടുന്നു, ആദിവാസികളുടെ ഒരു കൂട്ടം, അവരുടെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സഭ്യമാണ്. അപ്പോൾ ആദിവാസികളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടാൽ എങ്ങനെ ഇരിക്കും? അത് അശ്ലീലമായി പോകും. ഞങ്ങൾക്കത് പറയാൻ ഞങ്ങളുടെ സംസ്കാരം നമ്മളെ അനുവദിക്കുന്നില്ല. ഇനി ആദിവാസികളുടെ കുടിനീർ പ്രശ്നം എന്നുള്ളത് തിരിച്ചിട്ടാൽ, ഈ സുരേഷ് ഗോപി സിറോസ്കോപ്പി പറഞ്ഞ പ്രകാരം തിരിച്ചിട്ടാൽ അശ്ലീലമാണ്. അപ്പം അശ്ലീലം വന്നിട്ട് ഒരു വേദി പറയുക, സെക്രട്ടറി മുമ്പിൽ നടക്കുന്ന സമരത്തിൽ പറയുക, അതൊരു പാർലമെന്റിലെ ഒരു MP, തൃശ്ശൂരിലെ MP, ഒരു കേന്ദ്രമന്ത്രി വന്ന് പറയുക എന്ന് പറഞ്ഞാൽ, ഇതിനൊക്കെ കൈയടിക്കുന്ന കുറെ ആശാ വർക്കർമാർ ആ സമരാപന്തലി വന്നിരിക്കുന്നവർ കൈയടിക്കുമ്പോൾ, ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക, 26,000-ഓളം 1,00,000 അധികം ആശാ വർക്കർമാർ കേരളത്തിലുണ്ട്. ഈ ഇന്ത്യയിൽ ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ വേതനമല്ല, ഓണറേറിയം കൊടുക്കുന്നത് ഈ സംസ്ഥാനമാണ്. 7,000 മുതൽ 13,000 രൂപ വരെ അവരുടെ ജോലി സ്വഭാവം അനുസരിച്ച് ഈ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേ, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന മുഖ്യധാര മാധ്യമങ്ങളും മാപ്രകളും ചില യൂട്യൂബ് ചാനലുകൾ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് തോന്നും, കേരളം ഇവരെ ഇങ്ങനെ അവഗണിച്ചിട്ടിരിക്കുന്നു. ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ഈ ഓണറേറിയം കൊടുക്കുന്നത് കേരള സർക്കാരാണ്. പിന്നെ 2, ഇത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണിത്, കേരള പദ്ധതിയല്ല. ഇതിലെ നിയമങ്ങൾ മാറ്റണമെങ്കിൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കണം. കഴിഞ്ഞ ദിവസം രാജ്യസഭയിലും ലോക്സഭയിലും JP നദ്ദ, ഇതിനെ ചുമതലയുള്ള മന്ത്രിക്ക് നോട്ടീസ് കൊടുത്ത് പറഞ്ഞ മറുപടി എന്താണ്? ആശാ വർക്കർമാരുടെ ശമ്പളം ഓണറേറിയം കൂട്ടുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ സമരം ചെയ്യേണ്ടത് ഇവിടെ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മുന്നിലാണോ അതോ ഡൽഹിയിലാണോ? പിന്നെ അടുത്ത ന്യായം, പ്രതിപക്ഷ ന്യായം, സിക്കിമിൽ ഇതിൽ കൂടുതൽ കൊടുക്കുന്നുണ്ടല്ലോ. സിക്കിമിൽ ഇത് കൊടുക്കുന്നത് ആകെ 500 പേർക്കാണ്. ഇവിടെ 26,000 പേർക്ക് ആശാ വർക്കർമാർക്ക് 7,000 മുതൽ 13,000 രൂപ വരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം.
കേന്ദ്രത്തിൽ നിന്ന് കുടിശ്ശിക ഇതിൻ്റെ വിഹിതം ഇപ്പോഴും കിട്ടാതിരിക്കുമ്പോഴും കേരളം ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം സമരം ചെയ്യേണ്ടത് എവിടെയാണ് സമരം ചെയ്യേണ്ടത്? ഡൽഹി പോയി ജന്തർ മന്ദിറിൽ പോയിട്ട് സമരം ചെയ്യേ ഈ ആശാവർക്കർമാർ. അപ്പൊ ഇതൊരു സ്പോൺസേഡ് സമരം, ഒരു നാടകമാണെന്ന് ആ കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് വേണ്ട. ഇതിൽ വീണു പോകുന്ന കുറെ പാവങ്ങൾ ഈ നാട്ടിൽ കാണും. ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ മാധ്യമങ്ങൾ ഇതിനെതിരെ വാർത്തകൾ കൊടുക്കും. സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ വാർത്തകൾ കൊടുക്കും. കീഴാളരെ ആക്ഷേപിക്കാൻ വരേണ്യ വർഗം കണ്ടുപിടിച്ചൊരു ഭാഷയാണ് ഈ പറയുന്ന ചൊറിച്ചു മല്ലൽ അല്ലെ മറിച്ച് ചൊല്ലൽ. മനസ്സിലായല്ലോ? ചൊറിച്ചു മല്ലൽ, മറിച്ച് ചൊല്ലൽ. PSC മെമ്പർമാർക്ക് ശമ്പളം ലക്ഷങ്ങൾ വർദ്ധിപ്പിച്ചു PSC അംഗങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾക്കൊന്നും തരുന്നില്ല ആശാ വർക്കർമാർ. ഇതാണല്ലോ വിഷയം. മാധ്യമങ്ങൾ ആഘോഷിക്കുക. ഈ PSC എന്ന് പറയുന്നൊരു ഭരണഘടനാ സ്ഥാപനമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രകാരം ഉണ്ടാക്കിയ സ്ഥാപനമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും അവിടെ അതിൽ അംഗങ്ങളാകുന്നവർക്ക് കൊടുക്കേണ്ടുന്ന ശമ്പളം, ആനുകൂല്യങ്ങൾ ഒക്കെ അതിനൊരു നിയമമുണ്ട്. ഒരു കേരള സർക്കാരിന് മാത്രം അത് മാറ്റാൻ പറ്റത്തില്ല. ആ നിബന്ധന പ്രകാരം PSC അംഗങ്ങൾക്ക് കുടിശ്ശികൾ കിടക്കുകയാണ് നാളുകളായിട്ട്. ആ കുടിശ്ശികൾ മാറ്റിയിട്ട് അവർക്ക് ആ വേതനം കൊടുക്കാൻ, ശമ്പളം കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കേണ്ടി വരും. ആശാ വർക്കർമാർക്ക് ഇത്രയും കൊടുക്കുന്നുള്ളൂ, ഇവിടെ PSCക്കാർക്ക് ലക്ഷങ്ങൾ ആനുകൂല്യങ്ങൾ, ശമ്പളം വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതൊക്കെ നിയമം മനസ്സിലാക്കാത്തത് അല്ല, നിയമം അറിഞ്ഞിട്ടും പൊതുജനങ്ങളെ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ PSCയിലെ ഈ 21 അംഗങ്ങളെ വരെ വെക്കാമെന്നുള്ള നിയമം ഉണ്ടാക്കിയത് കേരള സർക്കാരാണോ? അത് കേന്ദ്ര സർക്കാരല്ലേ? നിയമം മാറ്റട്ടെ. പിന്നെ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞ രേഖകൾ സഭാരേഖയാണിപ്പോൾ അത്. ആശാ വർക്കർമാർ സമരം ചെയ്യേണ്ടത് എവിടെയാണ്? പിണറായി സർക്കാരിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്. ഡൽഹി പോയി സമരം ചെയ്യേ, ചെലവ് കൂടും, ട്രെയിൻ കയറി ടിക്കറ്റ് എടുത്ത് പോകണം, ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എളുപ്പം എന്താണ്? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് കുടിൽ കെട്ടിയ അങ്ങ് സമരം ചെയ്തേക്കാം. ഈ കുടിൽ കെട്ടി സമരം ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. അവിടെ രാവിലെ ഒരു സമരം നിട്ടാൽ വൈകിട്ടത്ത് പൊളിച്ചു പോകണമെന്നുള്ളൊരു നിയമം ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ ഈ ആശാ വർക്കർമാർ അവിടെ കുടിൽ കെട്ടി സമരം ചെയ്തപോലെ പണ്ട് ആന്റണി സർക്കാരിൻ്റെ കാലത്ത് പിന്നെ നമ്മുടെ വയനാട്ടിൽ നിന്ന് ആദിവാസികൾ കുടിൽ കെട്ടി സമരം ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട്. കുടിൽ കെട്ടി സമരം ചെയ്യാനുള്ള അവകാശം ഇപ്പോൾ സെക്രട്ടറി മുമ്പിൽ ഇല്ല. എന്നിട്ടും അവിടെ കുടിൽ കെട്ടി സമരം ചെയ്തപോലെ ഇവർ രാത്രി മുതൽ സമരം ചെയ്യുകയാണ്. എന്നിട്ടും കേരള സർക്കാർ, പിണറായി സർക്കാർ അവരെ പോയി ഒഴിപ്പിച്ച് വിട്ടിട്ടില്ലല്ലോ. നിങ്ങൾ സമരം ചെയ്യും. ഇതെവിടെ വരെ എത്തും നമുക്ക് നോക്കാം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. ഈ സമരത്തിന് മുമ്പ് ഇതിൻ്റെ ചുമതലയുള്ള മന്ത്രി വീണ ജോർജിനെ ഈ സമരക്കാർ വിളിച്ചു. വീണ ജോർജ് പറഞ്ഞ എന്താണ്? ചർച്ച നടത്തുക. ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തി, ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുമായിട്ട്. അപ്പം സമരക്കാർ പറഞ്ഞു സൂസി, SUCI, സൂസി CC ഇതൊക്കെ വലിയ തട്ടിപ്പാണ്, മനസ്സിലായില്ലേ? ഇത് അജണ്ട സെറ്റ് ചെയ്തിരിക്കുകയാണ് BJP ആയിട്ട് ചേർന്നിട്ട് അജണ്ട. അല്ലാതെ ഈ ആശാ വർക്കർമാർ ജീവിതത്തിൽ രക്ഷപ്പെടാനെന്നുള്ള സമരമൊന്നുമില്ല. ഇതിന് വലിയ വേറെ അജണ്ടയാണ്, രാഷ്ട്രീയ അജണ്ടയാണ്. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ പറഞ്ഞു മന്ത്രിയായിട്ട് ചർച്ച വേണം. ശരി, ആയിക്കോട്ടെ. വീണ ജോർജ് ഈ സമര നേതാക്കളെ സമരം തുടങ്ങുന്നതിന് മുമ്പ് മന്ത്രിയായിട്ട് ചർച്ച നടത്തി. ഇക്കാര്യങ്ങൾ നിയമസഭയിൽ വീണ ജോർജ് പറഞ്ഞു. നമ്മൾ അവരെ ഒരിക്കലും വിട്ടുകളഞ്ഞിട്ടില്ല. അവരോട് ചർച്ച നടത്തി. പറഞ്ഞ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് നവകേരള, ഈ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണ് ആശാ വർക്കർമാരുടെ ഈ പറയുന്ന പ്രോഗ്രാം. കേരള സർക്കാരിന് മാത്രമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, കേന്ദ്രമാണ് നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടത്, കേരളത്തിന് പരിമിതിയുണ്ട് എന്ന് ഉദ്യോഗസ്ഥ ചർച്ചയിലും പിന്നെ മന്ത്രിയുമായിട്ടുള്ള 1-to-1 ചർച്ചയിലും ഈ സമരം ചെയ്യുന്നതിന് മുമ്പുള്ള നേതാക്കളോട് വീണ ജോർജ് പറഞ്ഞതാണ്. അത് നിയമസഭയിൽ അവർ പ്രസംഗിച്ചു, അത് പറഞ്ഞു, അത് രേഖയിലുമുണ്ട്. എന്നിട്ടും പോയി സമരം ചെയ്യണമെങ്കിൽ, ഡൽഹി പോയി ചെയ്യേണ്ട സമരം തിരുവനന്തപുരം സെക്രട്ടറി മുമ്പിൽ ചെയ്യണമെങ്കിൽ
ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സ്റ്റണ്ട്. ഇത് പൊളിറ്റിക്കൽ അജണ്ടയാണ്. ആ അജണ്ടയെ രാഷ്ട്രീയമായിട്ട് നേരിടും. നിങ്ങൾ സമരം ചെയ്തോളൂ. എന്നിട്ട് കുറേ ചാനലുകളിലും ചില യൂട്യൂബിൽ ചില വന്നിരുന്നിട്ട് മനുഷ്യത്വം വേണം പിണറായി സർക്കാരിന്, മനുഷ്യത്വം വേണം, ഇത്രയും സ്ത്രീകൾ വന്നിരുന്ന് സമരം ചെയ്യുന്നു, ഒരു അനുകൂല നിലപാട് സ്വീകരിക്കണ്ടേ എന്ന് പറയുന്ന യൂട്യൂബർമാരോടും മാധ്യമങ്ങളോടും നമുക്ക് തികഞ്ഞ പുച്ഛം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ 26,000 ആശാ വർക്കർമാരിൽ 2,000 പേര് പോലും സമരപന്തലിൽ വരുന്നില്ല. കുറച്ച് പേര് BJP ഇളക്കി വിട്ടു, BJP സ്പോൺസേഡ് സമരം. പിന്നെ സൂസി എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാരിനെ, പിണറായി സർക്കാരിനെ എതിർക്കുന്ന കുറെ ഗ്രൂപ്പുകളുടെ ഒരു സ്പോൺസേഡ് സമരമാണിത്. ഇത്തരം സമരം ഒരിക്കലും വിജയിക്കാൻ പോണില്ല. അതുകൊണ്ട് ഞങ്ങൾ ലെഫ്റ്റ് റൈറ്റ് വോയിസ് പറയുന്നു, ഈ സമരം പിൻവലിക്കുക. മര്യാദയ്ക്ക് കേരള സർക്കാർ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡൽഹി പോയി സമരം ഇരിക്കുക, അതിന് കേരള സർക്കാരിൻ്റെ പിന്തുണയുണ്ടാവും. ഈ പറയുന്ന ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളുടെ പിന്തുണയുണ്ടാവും. അപ്പൊ ഇത് രാഷ്ട്രീയ പ്രേരിതമായ സമരം മാത്രമാണ്. ഇതിന്റെ അജണ്ട വേറെയാണ് എന്നുള്ളത് ഇപ്പൊ അവർ സമരപന്തലിൽ വന്നിരിക്കുന്ന 2,000-ഓളം ഈ പറയുന്ന 26,000-ൽ 2,000 പേരെ സമരത്തിലുള്ള, ബാക്കി അവരൊക്കെ ജോലി നോക്കുന്നുണ്ട്. അത് അവരോട് ഞങ്ങൾ പറയുകയാണ്, ഇത് നിങ്ങളെ എങ്ങും എത്തിക്കാൻ പോണില്ല. അത് മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, ഇത് സ്പോൺസേഡ് അജണ്ട സമരമാണ് എന്നും നമ്മുടെ പാവപ്പെട്ട സ്ത്രീകളോട്, അവിടെ വന്നിട്ട് സമരം ഇരിക്കുന്നവരോട് ഞങ്ങൾ പറയുന്നത് ഇത് മാത്രമാണ്.